ചില യാത്രകൾ ഒരു സ്ഥലത്തേക്കല്ല, മനസ്സിന്റെ ആഴങ്ങളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിമാനത്തിന്റെ ജാലകത്തിലൂടെ താഴേക്കു നോക്കിയ നിമിഷം മേഘങ്ങൾ പഞ്ഞി പോലെ പറഞ്ഞു തീരാത്ത സ്വപ്നങ്ങൾ പോലെ ഒഴുകി. അവയ്ക്കിടയിലൂടെ ചിറകുകൾ വിരിച്ചു പറക്കുന്ന വിമാനം. താഴെ കണ്ടത് അവസാനമില്ലാത്ത നീലക്കടൽ. ആരോ മുത്തുകൾ വാരി വിതറിയ പോലെ കുഞ്ഞു ദ്വീപുകൾ. തെളിഞ്ഞ വെള്ളത്തിനടിയിലെ മണൽത്തിട്ടകളും പാറക്കെട്ടുകളും. ഏതോ ചിത്രകാരൻ തന്റെ ക്യാൻവാസിൽ പകർത്തിയതുപോലെ ഇന്നും കണ്ണടച്ചാൽ അതേ സൗന്ദര്യത്തോടെ കാണാം. നീലക്കടലിന്റെ നെഞ്ചിലൂടെ വെള്ളി നൂൽ പോലെ നീണ്ടുകിടക്കുന്ന പാലത്തിനു മുകളിലൂടെ പതിയെ താഴ്ന്നിറങ്ങിയ വിമാനം. അപ്പോഴേ മനസ്സ് മാൽദീവ്സിനെ പ്രണയിച്ചു കഴിഞ്ഞിരുന്നു. ജാലകത്തിലൂടെ കടലിന്റെ കാഴ്ച ആസ്വദിച്ച് സാധാരണ രുചികൾക്ക് പ്രത്യേക ഓർമ്മ നൽകിയ ഭക്ഷണം. മുന്തിരിച്ചാറ് നിറഞ്ഞിരുന്ന ഗ്ലാസ് പോലും നിശബ്ദമായിരുന്ന് കടലിന്റെ ഭംഗിയെ ആസ്വദിക്കുന്നത് പോലെ തോന്നി. അന്നൊന്നും അറിഞ്ഞില്ല ഓർമ്മകൾക്ക് ചിലപ്പോൾ കടലിന്റെ നിറമുണ്ടെന്ന്. കടലിന് നടുവിലൂടെ നീളുന്ന പാലം, മനുഷ്യന്റെ കരവിരുതു പതിഞ്ഞ മനോഹരമായ കാഴ്ച ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഒരു കാലത്ത് കടൽ വേർതിരിച്ചിരുന്ന രണ്ട് കരകളെ അനന്തമായ കടലിന്റെ നടുവിലൂടെ സഞ്ചാരയോഗ്യമാക്കിയപ്പോൾ ചില കാഴ്ചകൾക്ക് വാക്കുകൾക്കപ്പുറം ഹൃദയം കൊണ്ട് സഞ്ചരിക്കുന്നതാവും നല്ലതെന്നു തോന്നി. പാറകളെ തഴുകിയെത്തുന്ന തിരമാലയും തെളിഞ്ഞ വെള്ളത്തിലൂടെ നിശബ്ദമായി ഒഴുകുന്ന ബോട്ടുകളും, എത്ര വർണ്ണിച്ചാലും മതിവരാത്ത കാഴ്ചകൾ. സമയം പോലും തിരമാലകളുടെ താളത്തിനായിരുന്നു എന്നുപോലും തോന്നിപ്പോയി. കടലിന്റെ ആഴം പോലെ ചില ഓർമ്മകൾക്കും ആഴമുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും അവയുടെ നിറം മങ്ങാറില്ല. ഒരു യാത്രയുടെ ഓർമ്മയ്ക്ക് വലിയ വിലയുള്ള സമ്മാനങ്ങൾ വേണ്ട. മാൽദീവ്സ് എന്നെഴുതിയ ഈ കുഞ്ഞൻ സ്മരണിക മതി. വീട്ടിലെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഓരോ യാത്രയുടെയും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവയ്ക്ക് ഓരോന്നിനും പറയാൻ ഓരോ കഥകളും ഉണ്ടാവും. കാലം മുന്നോട്ടു പോകും, യാത്രകൾ മാറും, ജീവിതവും മാറും. ഓർമ്മകൾ സൂക്ഷിക്കാൻ ഹൃദയത്തിന്റെ കോണിലൊരിടവും വീട്ടിൽ ഒരു ചെറിയ സ്മരണികയും മാത്രം മതിയെന്നോർമ്മിപ്പിച്ചൊരു യാത്ര.